ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഇലയടയാണ്. നല്ല സോഫ്റ്റ് ഇലയടയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. സാധാരണ എല്ലാവരും തയ്യാറാക്കുന്നത് പഞ്ചസാരയും ശർക്കരയും ഉപയോഗിച്ചൊക്കെയാണ്. ഞാനിന്ന് കരിപ്പെട്ടി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു ഇലയടയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഇലയടയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ച് വയ്ക്കാം. അങ്ങനെ ഇലയുടെ തയ്യാറാക്കുന്നതിനുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിനകത്ത് വയ്ക്കുന്ന ഫില്ലിങ് റെഡിയാക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് വേറൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാവുന്നതാണ്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കേണ്ടതില്ല. ഇനി അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഇലയടയ്ക്ക് ഉണ്ടാവുക. ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇലയട തയ്യാറാക്കുന്നതിനുള്ള മാവ് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇല നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വാട്ടാത്ത ഇലയാണ്, പച്ച ഇലയാണ്. പച്ച ഇലയിൽ തയ്യാറാക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ്. ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല, നല്ലതുപോലെ തന്നെ കിട്ടും. ഇനി നമുക്കിതുപോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യിലൊട്ടുവാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് കയ്യിൽ മുക്കിയാൽ മതിയാകും. വളരെ തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കേണ്ടത്. ഈ ഇലയുടെ എൻ്റെ ഭാഗത്തൊന്നും മാവാകാത്ത വിധത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഒന്നായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. മധുരം നമുക്ക് എത്ര വേണം എന്നതിനനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല നൈസായിട്ടുള്ള ഇലയട കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇലയട തയ്യാറാക്കുന്നത്. അതിനായിട്ട് വെള്ളം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇലയട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു 12 മുതൽ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇലയട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്